ഹായ് ഹലോ നമസ്കാരം ഗൈസ്. വായിൽ നാരങ്ങ മിഠായി ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റാതെ. എല്ലാവരും ഭയങ്കര അടിപൊളി ഹാപ്പി ആയി എന്നുള്ളത് എൻ്റെ കമന്റ് ബോക്സിൽ നിന്ന് എനിക്ക് മനസ്സിലായി. സോ അനുമോള് ഫൈനലി ബിഗ് ബോസ് സീസൺ 7 ലേഡി വിന്നർ ആയിരിക്കുകയാണ്. അപ്പോൾ രണ്ടുമൂന്ന് കാര്യങ്ങൾ കൂടിയും പറഞ്ഞിട്ട് നമുക്ക് ഈ ബിഗ് ബോസിന്റെ ടോപ്പിക് ഇങ്ങോട്ട് അവസാനിപ്പിക്കാം. പലരും പറഞ്ഞു അനുമോളെ ഇന്റർവ്യൂ എടുക്കണം എന്നുള്ളത്. അനുമോളെ ഇന്റർവ്യൂ എടുക്കാൻ ഉള്ള ഒരു ഭാഗ്യം എനിക്ക് നമ്മുടെ ചായ് ടോക്സിൽ വന്ന് ഇന്റർവ്യൂ എടുക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടാവട്ടെ. ഡെഫിനറ്റ്ലി ഐ വിൽ ട്രൈ ഫോർ ദാറ്റ്. സീസൺ 7 രണ്ടുമൂന്ന് പേര് ആയിട്ട് നമ്മളൊരു ഇന്റർവ്യൂ പ്ലാൻ ആക്കുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞില്ലേ, ഒരു 3 ടോപ്പിക് കൂടിയും പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അതായത് അനുമോളുടെ ഒരു പർട്ടിക്കുലർ ഇന്റർവ്യൂ വരുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള 2 ആൾക്കാർ പറഞ്ഞ ഒരു സംഭവം, അതിൽ മെയിൻ ആയിട്ട് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത സംഭവവും കൂടുതൽ എക്സ്പ്ലനേഷൻ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുമെന്ന് തോന്നിയ ഒരു കണ്ടന്റ് ആണ്. അപ്പോൾ നമുക്കത് കേൾക്കാം. അല്ല, ഈ യാത്രയില് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, ഞാൻ അതിന്റെ തുടങ്ങിയ ദിവസവും മുതൽ അവസാന ദിവസം വരെ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഒരു 100 ദിവസത്തെ ഷോയിൽ 90 ദിവസം ലീവ് എടുത്ത് വീട്ടിൽ നിന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് യാത്രയുടെ ഫുൾ ഫാക്ടറീസ് ഒന്നും എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഇന്നലെ നടന്ന ഫിനാലയില് അനുമോൾക്ക് കിട്ടുമ്പോൾ ലാസ്റ്റ് വീക്കില് ഞങ്ങൾ തിരിച്ചു കയറിയപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെല്ലാം അനുമോൾക്ക് വോട്ടായി മാറുന്ന കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. ഞാനത് അവിടെ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എപ്പിസോഡിലൊക്കെ കണ്ടാണ് ഇത്രയധികം ആക്രമിക്കപ്പെട്ട സ്ട്രഗിൾ ചെയ്ത ഒരു കണ്ടസ്റ്റന്റ് ഈ സീസണിൽ വേറെ ഇല്ല. നമുക്ക് ചിന്തിക്കാം, അനീഷ് ഡിസർവിംഗ് ആണ്. അനീഷ് ഒരു ക്വാളിറ്റി ഉള്ളൊരു മനുഷ്യനാണ്. അയാൾക്ക് ബിഗ് ബോസ് എന്താണെന്ന് അറിയാം, ഗെയിം കളിക്കാൻ അറിയാം, ബിഗ് ബോസ് കളിക്കാൻ അറിയാം. അയാൾ ക്വാളിറ്റി ഉള്ള മനുഷ്യനാണ്. അയാൾക്ക് കിട്ടണമെന്ന് പൊതുവെ എല്ലാവരും ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ സിറ്റുവേഷൻസ് മനസ്സിലാകുമ്പോൾ അനുമോളിലേക്കാണ് വോട്ടുകൾ കൂടുതൽ പോകാൻ സാധ്യത. മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ രണ്ടാമത്തെ കാര്യം. PR കൊടുക്കുക എന്ന് പറയുന്നത്, PR ഇല്ലാത്തൊരു മനുഷ്യൻ ലോകത്തില്ല. ഏത് മേഖലയിൽ പ്രവർത്തിക്കാനും PR ഒക്കെ ഉണ്ട്. അത് പണം കൊടുത്തിട്ടാവാം, അല്ലാതെ സ്നേഹം കൊണ്ടിരുന്നാവാം, പണം കൂടുതൽ കൊടുത്തിട്ട് ഇരുന്നാവാം. ഒക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്നു. എന്ത് ചെയ്താലും നമ്മളുടെ സ്റ്റഫില്ലെങ്കിൽ ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ടായിരുന്നു. സാറിനെ സംബന്ധിച്ചായാലും സാർ ഒരു രീതിയിലും ഒരു ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാതെ പുറത്തിറങ്ങിയൊരു മനുഷ്യനാണ്. ആരെക്കുറിച്ച് എല്ലാവരെ കുറിച്ചിട്ടായാലും നല്ലൊരു ഗുണമുള്ള മത്സരാർത്ഥി എന്നുള്ള രീതിയിൽ പറയും. കാരണം വെച്ചാൽ മറ്റുള്ളൊരു കണ്ടസ്റ്റന്റ് ആയാലും സാറിനെ പറ്റി ഇത് പറഞ്ഞെങ്കിൽ പോലും ലാലേട്ടനടക്കം സാറിനെ ഭയങ്കര ഒരു രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്തിട്ടാണ് സാറ് പുറത്തേക്ക് ഇറങ്ങി വന്നത് ഒരു കാര്യം. അപ്പൊ ഈ യഥാർത്ഥത്തില് ഒരുപാട് ഫേക്ക് ഗെയിം കളിച്ചിട്ട് ബിഗ് ബോസിൽ ഒരുപാട് പേര് ഇത്ര നാൾ നിന്നു അവിടെ തന്നെ. പക്ഷെ എങ്ങനെയാണ് ബിഗ് ബോസിലൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ മത്സരത്തിൽ എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടതാണ്? ബിഗ് ബോസിൽ നമ്മളിപ്പോ ഞാൻ അവിടെ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, നമ്മള് സ്വന്തം അമ്മയെടുത്ത് സംസാരിക്കുന്നതല്ല ഭാര്യയെടുത്ത് സംസാരിക്കുന്നു. ഭാര്യയെടുത്ത് സംസാരിക്കുന്നതല്ല സുഹൃത്തുക്കൾ സംസാരിക്കുന്നതല്ല നമ്മൾ ഇപ്പൊ അഭിനയമാണെങ്കിൽ ഒരു ഡയറക്ടർ സംസാരിക്കും, അല്ലെങ്കിൽ നമ്മൾ വേറെ ഓഫീസ് വർക്ക് ചെയ്യുമ്പോൾ ഹയർ ഓഫീസേഴ്സിന്റെ എല്ലായിടത്തും ഓരോ രീതിയിലാണ് സംസാരിക്കുന്നത്, പെരുമാറുന്നത്. ബോഡി ലാംഗ്വേജിൽ പോലും വ്യത്യാസമുണ്ട്. അപ്പൊ ഈ ബോഡി ലാംഗ്വേജിൽ വ്യത്യാസവും സംസാരത്തിലുള്ള വ്യത്യാസവും ബിഗ് ബോസിന് കാണിക്കണം. കുറെ കള്ളത്തരങ്ങളും ഫേക്ക് ആയിട്ടുള്ള കുറെ ആക്ടിവിറ്റീസും ഉണ്ടെങ്കിൽ മാത്രമേ ബിഗ് ബോസ് നിൽക്കാൻ പറ്റൂ. വളരെ ജെമ്മാണ്, ജെന്യൂൻ ആണെന്ന് പറഞ്ഞാൽ അവിടെ പറ്റില്ല. അത് പറ്റും, അതിന് ബിഗ് ബോസും കൂടെ സപ്പോർട്ട് ചെയ്താൽ. അത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന്റെ ചരിത്രത്തിലായിരിക്കും റീ എൻട്രികൾ വന്ന് തകർത്തൊരു ബിഗ് ബോസ് എന്ന് പറയാൻ കാരണം വെച്ചാല് ഇപ്പൊ സാറായിക്കോട്ടെ എല്ലാവരും ആയിക്കോട്ടെ ഭയങ്കര ഒരു ചരിത്രം സംഭവിച്ചിട്ടുണ്ട് അവിടെ. കാരണം വെച്ചാൽ ഇപ്പൊ ആൾക്കാർക്ക് വോട്ട് കൂട്ടിക്കൊടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ റീ എൻട്രികൾ എങ്ങനെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്നോ? ഞാൻ പ്ലാൻ ചെയ്യാൻ ഞാൻ ആരുമായിട്ടും കൂടിയല്ലോ ഒന്നും ചെയ്തത്. ഞാൻ അവിടെ ചെന്നപ്പോ തന്നെ ഞാൻ കണ്ട കാഴ്ചകൾ വെച്ചിട്ട് എനിക്ക് എന്റെ സ്വതസിദ്ധമായ ശൈലിയിലേക്ക് ഒന്ന് കളിയാക്കണമെന്നുണ്ടായിരുന്നു. അനീഷിനെ കളിയാക്കി, അനുവിനെ കളിയാക്കി, PR-ന്റെ പേര് പറഞ്ഞ് അനുവിനെ കളിയാക്കി. ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് മലയാളികൾക്ക് സമ്മാനിച്ച വാക്കാണ് PR. അത് നല്ലതിനും ചീത്തയ്ക്കും ഒക്കെ ഇനി മലയാളികൾ ഉപയോഗിച്ചോളൂ PR എന്ന് പറഞ്ഞു. പിന്നെ അനീഷിനെ ഞാൻ ആദ്യം കണ്ടപ്പോ വിളിച്ചത് ബിഗ് ബോസ് മാരി.com എന്നാണ്. അപ്പൊ അതും അവിടെ ആളുകൾ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഷാനവാസിനെ ഞാൻ കളിയാക്കി, അതിലെ നൂറെ ഞാൻ കളിയാക്കി, അക്ബറിനെ കളിയാക്കി. പാരഡി മാത്രമേ ഉള്ളൂ, ഒറിജിനലൊന്നും ഇല്ലെന്ന് ചോദിച്ചു. ശരിയാണ്, അയാൾക്ക് ഒറിജിനലൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു ആവശ്യം. അപ്പൊ അതുപോലെ ഒരുപാട് ഇപ്പൊ അന്നേരം ഫൈനലിലുള്ള എല്ലാവരെയും ഞാൻ കളിയാക്കിയിട്ട് പിന്നെ അവരിലേക്ക് പതുക്കെ അടുത്തെടുത്ത് അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറെ നെഗറ്റീവ്സ് ഒക്കെ ആളുകൾ പറഞ്ഞു. ഞാൻ രണ്ടാമത് ഞാൻ എന്തൊക്കെ ആക്കാൻ പോയി എന്നൊക്കെ. അവസാനം വന്നപ്പോ അനീഷിനും വേണ്ടപ്പെട്ട ഒരാളായി ഞാൻ, അനുമോൾക്കും വേണ്ടപ്പെട്ട ഒരാളായി ഞാൻ, ഷാനവാസിനും വേണ്ടപ്പെട്ട ഒരാളായി. എല്ലാവർക്കും ആർക്കും എന്നോട് പ്രത്യേകിച്ച് വൈരാഗ്യമൊന്നുമില്ല. 1-2 പേർക്ക് വിളിച്ചു. പറഞ്ഞ പോലെ തന്നെ ഈ പുറത്തത്തെ കാര്യങ്ങൾ
ഞാൻ ഇദ്ദേഹത്തിന്റെ ഒരു വോയിസ് നിങ്ങളെ കേൾപ്പിക്കാനുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ശരിയാണ് 1 വീക്കേ നിന്നിട്ടുള്ളൂ, പക്ഷെ എന്നാൽ പോലും വളരെയധികം ഒബ്സർവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ചിലവരൊക്കെ അതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കും ആ ഒരു ഗെയിം സ്ട്രാറ്റജി എടുത്തു വരാനായിട്ട്. ഓക്കെ, പക്ഷെ അപ്പാർട്ട് ഫ്രം ദാറ്റ് ആ വ്യക്തി നല്ലൊരു ഒബ്സർവർ ആണ്, നല്ല രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. പുള്ളിയുടേതായ പ്ലാനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഞാനിവിടെ നിങ്ങളോട് തന്ന ഒരു മെസ്സേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുമോൾ ജയിച്ചു, ദാറ്റ് ഡസൻ മീൻസ് അനീഷ് ഒന്നിനും കൊള്ളില്ല എന്നതല്ല. അനീഷിന്റേതായ ഒരു ക്വാളിറ്റിയും ഗെയിം പ്ലാനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ റീ എൻട്രിയിൽ കയറിയപ്പോൾ ഉണ്ടായ ആ ഒരു മാറ്റമാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് ഇതിനകത്ത് തോന്നുന്നത്. അത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെ അനുമോളെ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യിച്ചു കഴിഞ്ഞാൽ വോട്ട് മുഴുവനും അനീഷിലോട്ട് മാറും. പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അനുമോൾ ഇങ്ങനെയാണെന്ന് ഒരു സാധനം പുറത്തോട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനീഷിലോട്ട് വോട്ട് മറിയും എന്നുള്ളൊരു തെറ്റായ ധാരണ. പക്ഷെ നേരെ സംഭവം ഉൾട്ടയടിച്ചു. കാരണം ഉൾട്ടയടിച്ചു എന്ന് പറയാൻ പറ്റില്ല, സത്യത്തിന്റെ ഭാഗത്ത് തന്നെ എപ്പോഴും. അപ്പൊ ആ ഒരു റീ എൻട്രി പ്രശ്നം എപ്പോഴും ഒരു എന്താ പറയാ വോട്ട് കൂട്ടി കൊടുക്കും എന്നുള്ളൊരു കാര്യം ഇദ്ദേഹം അവിടെ സംസാരിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ഒരു റിയൽ സർവൈവൽ, കാരണം അവിടെ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് നിന്നിരിക്കുന്ന ഇപ്പൊ ഏതൊരു സീസണിലാണെങ്കിലും അനുമോളെ പോലത്തെ ഒരു വ്യക്തി, അത് പെട്ടെന്ന് ഇങ്ങനെ തൊട്ടാവാടി തന്നെ വേണമെങ്കിൽ പറയാം. സ്റ്റാർ മാജിക് കണ്ട പലർക്കും ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും. അതായത് സ്റ്റേജിൽ പാട്ടിട്ട് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞു പിള്ളേരെ പോലെ കരഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും വീഴുന്ന ടെൻഷൻ അടിക്കുന്ന ഒരു വ്യക്തി അവിടെ ഇത്രയും ദിവസം ഈ റീ എൻട്രി കയറിയ ആൾക്കാരുടെ ആഞ്ഞടി കൊണ്ട് അവിടെ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സർവൈവൽ ഗെയിം ആൾക്ക് തന്നെയാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് എന്ന് അദ്ദേഹം ഞാനും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PR കൊടുക്കാത്തവർ ആരുമില്ല. PR ഉണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്റെ PR ആണ് നിങ്ങളെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതായത് എന്റെ വീഡിയോസ് നിങ്ങൾ കാണുന്നു, നിങ്ങൾ ലൈക്ക് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു കൂട്ടം ആൾക്കാർ പുറത്തുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പൈസ തന്നിട്ടോ ഒന്നുമല്ല, നിങ്ങൾ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ്. അതാണ് ഇദ്ദേഹം പറഞ്ഞ ഇഷ്ടം കൊണ്ടുള്ള PR. ഓക്കെ, അപ്പൊ PR ഇല്ലാത്തവരില്ല, PR ഇല്ലെങ്കിൽ പെട്ടെന്ന് ഔട്ടാവും. പക്ഷെ ഈ ഒരു സീസണിൽ ഏറ്റവും കഴിഞ്ഞ സീസണിലൊക്കെ സ്ട്രാറ്റജി, മാനിപ്പുലേഷൻ, ബാക്ക് സ്റ്റാബ് ഈ സീസണിലാണ്. പിന്നെ ഞങ്ങളുടെ ഇതിൽ കൂടുതലും ഉണ്ടായിരുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായത് PR ആണ്. ഓക്കെ, PRന് ഒരു പ്രത്യേക ഒരു സീറ്റ് തന്നെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോ അതിനകത്ത് ലൈക്ക് ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ PR മറ്റു കാര്യങ്ങളും ഇത്ര വലിയ തെറ്റായിട്ട് തന്നെ തോന്നുന്നില്ല. റീ എൻട്രിക്കാർ കാരണം കുറച്ചുകൂടി സ്മൂത്ത് ആയതാണ് കാര്യങ്ങളെല്ലാം. ആൻഡ് വേറൊരു കാര്യം പറയാനുള്ള, ഇപ്പൊ എല്ലായിടത്തും കറങ്ങി നടക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ പറയും ഈ ഒരു സീസണിൽ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് നിന്ന് ഗെയിം കളിച്ച ആള് ശൈത്യ തന്നെയാണെന്ന് പറയും. ആള് അതിന്റെ അകത്ത് ചെന്നു, പുറത്തേക്ക് ഇറങ്ങി, അത്യാവശ്യം ഹെയ്റ്റ് ഒന്നും ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങി. ഓഫ് കോഴ്സ് സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ സൈബർ ബുള്ളിങ് എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ കപ്പ് കിട്ടിയ അനുമോൾക്ക് തന്നെയുണ്ട്. അവിടെ ബിഗ് ബോസിനും എന്തെങ്കിലും ലാലേട്ടിന് വരെ സൈബർ ബുള്ളിങ് കിട്ടുന്നുണ്ട് ഈ ഒരു ഷോയിൽ വന്നിട്ട്. അപ്പൊ മറ്റേ ശൈത്യക്ക് കിട്ടുന്നതിൽ തെറ്റൊന്നുമില്ല, മനസ്സിലായി? തെറ്റൊന്നുമില്ല എന്ന സെൻസ് ലൈക്ക് ശൈത്യക്കും കിട്ടും, അതിനെ ഞാൻ ന്യായീകരിക്കല്ല. ഇതിൽ സൈബർ ബുള്ളിങ് കിട്ടാത്തവരായിട്ട് ആരുമില്ല. അപ്പോ അതിനകത്ത് ഇപ്പൊ എല്ലായിടത്തും കറങ്ങി നടക്കുന്ന ഒരു സാധനത്തിന്റെ പിക്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അതായത് മുഖം മനസ്സിന്റെ കണ്ണാടി. ആ കുട്ടിക്ക് അനുമോളെ ഇഷ്ടമല്ല, അതുകൊണ്ട് അനുമോൾക്ക് കപ്പ് കിട്ടിയപ്പോൾ മറ്റെല്ലാവരും എണീറ്റു, ആ കുട്ടി എണീറ്റില്ല. അതായത് ലൈക്ക് അത്രയും ട്രാൻസ്പെറന്റ് ആണ് ആ കുട്ടി, അത്രയും ഉള്ള പോലെ കാണിക്കാൻ അറിയുള്ളൂ എന്ന് പറയുന്ന കുട്ടിയാണ്. പലരും കമന്റ് ചെയ്തു വീഡിയോ ക്യാമറ ഉണ്ടെന്നെങ്കിലും വിചാരിച്ചെങ്കിലും ഒന്നിച്ചിരിക്കായിരുന്നില്ല എന്നുള്ളത്. പക്ഷെ കുതിരിപ്പാണെങ്കിലും അതല്ലെങ്കിൽ എണീറ്റ് നിൽക്കാതെ, ആ കുട്ടിക്ക് എണീക്കാൻ ഇഷ്ടം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ആ കുട്ടി എണീറ്റില്ല. അപ്പൊ ആ ഒരു സിറ്റുവേഷനും അതിനകത്ത് വന്നിട്ടുണ്ട്, പ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ പലർക്കും ഈവൻ ലാസ്റ്റ് ആയിട്ട് കയറിയ ലക്ഷ്മിയുടെ സപ്പോർട്ട്, ലക്ഷ്മി വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ രീതിയിലും അനുമോള് അതവിടെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്, പറഞ്ഞ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പല ആൾക്കാരും ഈ PR-നെ അറ്റാക്ക് ചെയ്തും PR കൊണ്ടാണ് സംഭവം ജയിച്ചിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, PR പുറത്തു നിന്ന് പൈസ, അല്ലെങ്കിൽ അനുമോള് PR-ന് പൈസ കൊടുത്തു, ഇഷ്ടം കൊണ്ടുള്ള PR. പക്ഷെ ഞാൻ കണ്ടിരിക്കുന്ന മുഴുവനും PR ഞാൻ ഇപ്പോഴും വലിയ തെറ്റായിട്ടൊന്നും പറയില്ല. PR ഇല്ലെങ്കിൽ അവിടെ പിടിച്ചേക്കാൻ പറ്റില്ല ഗൈസ്. നിങ്ങൾ ഈ പറയുന്ന PR നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നിങ്ങളുടേതായ ഗെയിം സ്ട്രാറ്റജി നിങ്ങൾ കളിച്ചാലും നിങ്ങളുടെ ഭാഗത്ത് എത്ര ശരിയുണ്ടെങ്കിലും ആ സാധനം പുറത്തോട്ട് എക്സ്പോസ് ചെയ്യാനായിട്ട് ഒരു ടീം വേണം. അവിടെയുള്ള എല്ലാവർക്കും, നെവിനൊന്നും PR ഇല്ല, അനീഷിനൊക്കെ നല്ല PR ഉണ്ട്. PR എന്താന്ന് പോലും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ്. സോ എല്ലാവർക്കും PR എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ ട്രാൻസ്പെറന്റ് ആയിട്ട് ജെന്യൂൻ ആയിട്ട് നിന്നാലും അത് പുറത്തോട്ട് എക്സ്പോസ് ചെയ്യാനും പുറത്തോട്ട്
മുന്നോട്ട് ഓരോരോ കണ്ടന്റ് കറക്റ്റായിട്ട് പോകാനായിട്ട് പുറത്ത് PR വേണം. അതൊരു തെറ്റുള്ളൊരു കാര്യമല്ല. അപ്പോൾ അതിനെ ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുന്നു. അതുള്ളതുകൊണ്ട് മാത്രമാണെന്ന് പറയുന്നു. അതിൻ്റെ ഉള്ളിൽ ആൾക്കാരെ വാലിക്കണം മുഴുവൻ കേട്ടതാനു. ഓരോ ടാസ്കിനും സ്ട്രഗിൾ ചെയ്ത് ഓടിയത് നടന്നതും അനു. അതേപോലെ റീ എൻട്രിക്കാരുടെ ബാക്ക് സ്റ്റാബ് കാര്യങ്ങൾ എല്ലാം അനുമോള് തന്നെയാണ് ഫേസ് ചെയ്തത്. മനസ്സിലായോ? അല്ലാതെ ഞാൻ പറഞ്ഞ മാതിരി ഓരോ ദിവസം ഓരോ സ്ഥലത്ത് പോയിരുന്ന് ഫുഡും കഴിച്ച് PR പുറത്തുണ്ട് അതുകൊണ്ട് എനിക്ക് എല്ലാം ലാവിഷായിട്ട് വേണമെന്നും പറഞ്ഞിട്ടല്ല ആ കുട്ടി ചെയ്തിരിക്കുന്നത്. പുറത്ത് PR കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിലും അവിടെ അകത്ത് ഗെയിം കളിക്കേണ്ട രീതിയിൽ ഗെയിം കളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പുറത്ത് ഈ ORM ആണെങ്കിലും PRM ആണെങ്കിലും അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ചാനലിൽ തൊട്ട് ഇവരെ അറിയുന്ന വ്യക്തി ഇപ്പൊ അവര് കുറച്ച് ആൾക്കാരുണ്ടെങ്കിലും പ്രേക്ഷകർ മുഴുവനും ഈ കുട്ടിയെ കണ്ട് സെലക്ട് ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തരക്കേടില്ലാത്ത ഈ ഒരു സീസണിൽ ആ കുട്ടിയുടേതായ രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം അറിയാമോ, ആദിലയ്ക്കും നൂറയ്ക്കും ഉണ്ടായിരുന്ന വോട്ട് ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ഹൈപ്പുള്ള വോട്ടായിരുന്നു കയറിയിരുന്നത്. നൂറ ടോപ്പ് 5 വരെ എത്തിയിട്ട് വിറ്റായി. നല്ല രീതിയിലുള്ള ആൾക്കാർ അവരെ അക്സെപ്റ്റ് ചെയ്തിരുന്നു. ഞാനും ഇതിന്റെ മുന്നിൽ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്യാരക്ടർ വിടാതെ നിന്ന 2 പേരാണ്. ഐ റെസ്പെക്ട് ദം. പക്ഷേ റീ എൻട്രി കാരണം മാത്രം തൊലഞ്ഞു പോയതാണ് അവരുടെ വോട്ട്. അത് എന്തോ ഒരു അബദ്ധം അല്ലെങ്കിൽ എന്തോ ഒരു സംഭവം അവിടെ തിരിഞ്ഞു ഉൾട്ടടിച്ചുകൊണ്ട് മാത്രമാണ് അത് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അല്ലാത്ത സമയത്ത് ഷാനവാസിനും അനീഷിനും അതിലനൂരയ്ക്കും അനുവിനൊക്കെ നല്ല വോട്ടുണ്ടായിരുന്നു. പക്ഷെ റീ എൻട്രി കാരണം കുറച്ച് അനുവിന് കപ്പ് കിട്ടാൻ കുറച്ചും കൂടി ഈസിയായി. പ്രശ്നമൊന്നും ഉണ്ടായിരുന്ന ആൾക്കാർ കൂടുതൽ കോംപ്ലിക്കേഷനായി. അപ്പോൾ പല ആൾക്കാരും PR എന്ന് പറയുന്നുണ്ട്, പല ആൾക്കാരും വെറുതെ നിന്ന് ജയിച്ചാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഗാന്ധി പുറത്ത് എറിഞ്ഞിട്ടാണെങ്കിൽ പോലും അതിൻ്റെ അകത്ത് അവർ അവരുടേതായ ഗെയിം സ്ട്രാറ്റജി കളിച്ചിട്ടുണ്ട്.